നമസ്കാരം. ഹൈറിച്ച് എന്ന മഹാപ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വന്നാൽ അത് പൊതുജനങ്ങൾക്ക് ഏത് രീതിയിൽ ഗുണം ചെയ്യും, അത് സർക്കാരിന് ഗുണം ഏത് രീതിയിൽ ചെയ്യും എന്നതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പോൾ ഒരു കടക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇവിടെ ബിസിനസ് ഇല്ല, വരുമാനമില്ല, കച്ചവടം തീരെ മോശമാണ്, ആൾക്കാർ വരുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് നമ്മൾ കേൾക്കുന്നത്. പൊതുജനങ്ങളോട് നമ്മൾ ചോദിക്കുവാണ്, പൊതുജനങ്ങൾ പറയുന്നത് നമുക്ക് നമ്മുടെ വരുമാനമില്ല, പൈസ ഇല്ല, ദൈനംദിന ജീവിതത്തിൽ ധാരാളമായി വേണ്ടി വരുന്നു, പക്ഷേ അതിനൊന്നും ഒരു കൃത്യമായിട്ടൊരു പണം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാരായ കുറച്ച് ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു ശമ്പളം കിട്ടുന്നുണ്ട്. അവർക്കും വാസ്തവത്തിൽ ആ ശമ്പളം കൊണ്ട് അവരുടേതായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരായ ധാരാളം ആൾക്കാർക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ധാരാളം വീട്ടമ്മമാർ ജോലിയില്ലാത്തവരായി നിൽക്കുന്നു. ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നു. പുതിയൊരു ബിസിനസ് സ്ഥാപനം ഇടാമെന്ന് വിചാരിച്ചാൽ അത് പരാജയമാണ്, അതിനകത്ത് ബിസിനസ് ഇല്ല. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മണി സർക്കുലേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. മണി സർക്കുലേഷൻ നേരത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളമായി പണം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആയിരുന്നു നമുക്ക് ധാരാളമായി പണങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ മണി സർക്കുലേഷൻ ധാരാളമായി ഉണ്ടായിരുന്നു. ആയതിനാൽ തന്നെ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യത്തിന് പണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉള്ളത്. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളങ്ങൾ അവരവരുടെ അത്യാവശ്യം ചിലവിന് മാത്രം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി കിട്ടുന്ന പണങ്ങൾ മൊത്തം അവരുടെ സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ബിസിനസ് ഉള്ളതെന്ന് പറയുമ്പോൾ വലിയ മൾട്ടി ലെവൽ മാർക്കറ്റുകാർക്ക് മാത്രമേ ഇവിടെ ബിസിനസ് ഉള്ളൂ. റിലയൻസ് പോലെ, മോർ പോലെയുള്ള അങ്ങനെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഇവിടെ ധാരാളമായി ബിസിനസ് ഉള്ളത്. സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന ലാഭവിഹിതം പോകുന്നത് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ മണി സർക്കുലേഷന് ഇല്ലാത്തൊരു സാഹചര്യമാണ് വരുന്നത്. ഇപ്പോൾ മണി സർക്കുലേഷൻ വരണമെങ്കിൽ എങ്ങനെ? നമ്മുടെ ജനങ്ങളിലേക്ക് പണം ഒഴുകിയെത്തണം, നമ്മുടെ ചെറിയ ഷോപ്പുകളിലേക്ക് പണം ഒഴുകിയെത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മണി സർക്കുലേഷന് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഹൈറിച്ച് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ഇല്ലാത്ത സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ബിസിനസ് ഇല്ല? അതായത് കസ്റ്റമർ ഇല്ലാത്തത് കൊണ്ട് എന്താണ് ബിസിനസ് നടക്കുന്നില്ല. അപ്പോൾ ഹൈറിച്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തിലെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഷോപ്പിലേക്ക് അവിടെ സാധനങ്ങൾ മേടിക്കാൻ ധാരാളമായ ആൾക്കാരെ അവിടെയൊക്കെ പറഞ്ഞയക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരു കടക്കാരന് ഒരു ബില്ല് അടിക്കുന്നുണ്ടെങ്കിൽ 40 രൂപ കിട്ടുന്നു എന്ന് നമ്മൾ ധരിക്കുക. അവന് MRPയിലാണ് വിൽക്കുമ്പോൾ 40 രൂപ കിട്ടുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് MRPയിൽ നമ്മൾ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമർ അവിടോട്ട് ഒഴുകിയെത്താനുള്ള സാധ്യത കുറവാണ്. കസ്റ്റമറെ സംബന്ധിച്ചോളം എപ്പോഴും വില കുറച്ചൊരു സാധനം കിട്ടണം. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു കണ്ടീഷൻ വയ്ക്കുന്നു. നിങ്ങൾക്ക് ഒരു കസ്റ്റമർ വന്നു ഒരു 40 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു എങ്കിൽ അത് നിങ്ങൾ 20 രൂപ നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് എടുക്കുകയും 5% രൂപ നിങ്ങൾ ഈ വരുന്ന കസ്റ്റമർക്ക് നിങ്ങളിത് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് 20% നിങ്ങൾ എടുക്കുകയും ഒരു കസ്റ്റമർ വന്ന് പ്രഥമ ദൃഷ്ടിയാൽ ആദ്യ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 5 രൂപ വില കുറച്ച് കൊടുക്കും. അപ്പോൾ ഒരു 100 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ ഒരു കസ്റ്റമറിന് 5 രൂപ കുറച്ച് കൊടുക്കും. സ്വാഭാവികമായിട്ട് ആ കസ്റ്റമർക്ക് അവർ തൃപ്തികരാവും. 5 രൂപ വില കുറച്ച് സാധനം കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾക്കാർ മേടിക്കാൻ തുടങ്ങും. രണ്ടാമത് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ, ഈ 25 രൂപ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ബാക്കിയുള്ള 15 രൂപ ഈ കമ്പനിക്ക് ഹൈറിച്ചിന് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 2 രൂപ ഹൈറിച്ച് എടുത്തുകൊണ്ട് ബാക്കി 13 രൂപ ഈ പോകുന്ന കസ്റ്റമർ, ഈ കടയിലേക്ക് പോകുന്ന എത്ര കസ്റ്റമറുണ്ടോ ആ കസ്റ്റമർക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് 40 രൂപയും അതിൻ്റെ ഫിഗറും ഞാനത് പറയുന്നത്. അത് കറക്റ്റല്ല, അതിനകത്ത് ഏറ്റക്കുറച്ചുകളുണ്ട്, എങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ 15 രൂപയിൽ 2 രൂപ കമ്പനി എടുത്താലും 13 രൂപ നമുക്ക് തന്നെ റിട്ടേൺ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഓരോ ദിവസവും നടക്കുന്ന ബിസിനസ്സിനകത്ത് കിട്ടുന്ന ലാഭം നമുക്ക് തന്നെ റിട്ടേൺ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ പണമാവും, നമ്മുടെ ചെറിയ കച്ചവടക്കാർക്ക് ബിസിനസ്സാവും. അപ്പോൾ അവർക്ക് ബിസിനസ് നടക്കുകയും അവർക്കൊരു ലാഭവിഹിതവും കിട്ടുകയും ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സർക്കാരിനുണ്ടാകുന്ന ഗുണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉള്ള ബില്ലുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ടാക്സ് അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ഉപ്പ് മേടിച്ചാലും ഒരു തീപ്പെട്ടി മേടിച്ചാലും ഒരു ചെറിയ 1 രൂപയുടെ ഒരു ടങ് ക്ലീനറാണ് മേടിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ അത് ബില്ലിനകത്ത് അത് ഉൾപ്പെടുത്തുകയും അതിന് GST അടയ്ക്കേണ്ടതായി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇവിടെ നടക്കുന്ന ഏത് ബിസിനസ്സിന് 1 രൂപയുടെ ബിസിനസ്സിനാണെങ്കിലും അതിന് കൃത്യമായി GST നമ്മൾ അടച്ചു എന്നുള്ള ഉറപ്പ് വരുത്തുന്നുണ്ട്. അതായത് എത്ര രൂപയുടെ ബിസിനസ് നടന്നാലും സർക്കാരിന് അത് ടാക്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ സർക്കാർ ചെയ്യുന്നത് പറഞ്ഞാൽ സർക്കാർ കിട്ടുന്ന തുച്ഛമായ വരുമാനം, അതായത് പല രീതിയിൽ കിട്ടുന്ന ടാക്സ് എന്ന് പറയുമ്പോൾ ലോട്ടറി വഴി കിട്ടുന്ന ടാക്സുകൾ, മദ്യം വിൽക്കുന്നതിനകത്ത് കിട്ടുന്ന ടാക്സ്, റോഡ് സംബന്ധിച്ച് അങ്ങനെ പലവിധമായ ടാക്സുകൾ കിട്ടുന്ന പൈസ കളക്ട് ചെയ്താണ് നമ്മുടെ ജീവനക്കാർക്ക് തന്നെ ശമ്പള ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ ശമ്പളം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് കിട്ടുന്ന പണങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മാറുന്നതുകൊണ്ട് ഇവിടെ ഒരു മണി സർക്കുലേഷൻ ഇല്ല. ഇവിടെ മണി സർക്കുലേഷൻ ഉണ്ടായുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മളെ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബിസിനസ് ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിലോട്ട് ലാഭവിഹിതങ്ങൾ വന്നു, നമുക്ക് പണമായി, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് അവനോട് പണമായെങ്കിൽ അവന് കസ്റ്റമർ വന്ന് സാധനങ്ങൾ മേടിച്ചു, അവൻ്റെ ഈ പണം ലഭിച്ചു എങ്കിൽ അവൻ ഉദാഹരണത്തിന് അവൻ്റെ വീടിനോട് ചേർന്ന് അവനൊരു ചെറിയ ബാത്റൂം പണിയുന്നത് സങ്കല്പിക്കുക. സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിന് ഒരു വാനമെടുക്കും. ആ വാനമെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ വാനമെടുക്കുമ്പോൾ അവിടെ ജീവനക്കാർ വേണം. അപ്പോൾ അവർക്ക് അവിടെ ഒരു തൊഴിലാകുന്നു. അവിടെ വന്ന് കരിങ്കല്ല് നമ്മൾ ആദ്യമായിട്ട് അടിയിലിടുന്നത് കരിങ്കല്ലിടുമ്പോൾ കരിങ്കൽ കോറിക്ക് അവിടെ കച്ചവടം നടക്കുന്നു. കരിങ്കല്ല് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ലോറി കൊണ്ടുവരുന്നു. ആ ലോറിക്കകത്ത് ഡീസൽ അടിക്കുന്നു, ഡീസലിന് ടാക്സ് അടയ്ക്കുന്നു. ടയറിന് തേയ്മാനം ഉണ്ടാകുന്നു, ടയർ മേടിക്കുന്നു, ടയറിന് ടാക്സ് അടയ്ക്കുന്നു. അതിനുള്ള ജീവനക്കാർക്കെല്ലാം പണം ലഭിക്കുന്നു. ആ ജീവനക്കാർക്ക് കിട്ടുന്ന പണങ്ങൾ അവർ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ചെലവഴിക്കുമ്പോൾ അവിടെ ഒരു മണി സർക്കുലേഷൻ ഉണ്ടാകും. വീണ്ടും അതിനകത്ത് സിമെൻറ്റ് വരുമ്പോൾ സിമെൻറ്റിനും ഇത് തന്നെ. അതിനോട് സിമെൻറ്റ് ആൾക്കാർക്ക് അതിനകത്ത് ലാഭം കിട്ടുന്നു, അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു, ഡീസൽ അടിക്കേണ്ടി വരുന്നു, അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ഇഷ്ടിക വന്നാൽ ഇഷ്ടിക ചൂളക്കാർക്ക് അതിനകത്ത് അവർക്ക് ബിസിനസ് ഉണ്ടാകുന്നു. അവർക്ക് കിട്ടുന്ന തുകകൾ അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു മണി സർക്കുലേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഇതൊന്നും ഇവിടെ ബിസിനസ് ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരുടെ പണം ഇല്ലാത്ത കാലത്തിലാണ് മണി സർക്കുലേഷൻ ഇല്ലാതെ വരുന്നത്. അങ്ങനെ മണി സർക്കുലേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിന് പുരോഗമനം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും പണം ഉണ്ടാവും, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ പറ്റുന്ന ഒരു സോഴ്സ്, ഒരു ബിസിനസ് സോഴ്സാണ് ഹൈറിച്ച് ഇവിടെ നടപ്പാക്കിയത്. അതാണ് മൾട്ടി ലെവൽ മെർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പുതിയ ആശയമാണ് ഈ ഹൈറിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ലതാണ്. ടാക്സ് നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ സർക്കാരിന് കിട്ടും. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ചെയ്തതിനകത്ത് കിട്ടുന്ന ലാഭവിഹിതം കമ്പനി ഒരു തുച്ഛമായ ചാർജ് ഈടാക്കിക്കൊണ്ട് ബാക്കി പണം നമ്മുടെ തന്നെ തരുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അല്പസ്വല്പം വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിലും കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം അത് കമ്പനിയാണ് എടുക്കുന്നത്. ഇവിടെ മറിച്ച് അങ്ങനല്ല. കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൽ ഒരു തുച്ഛമായ തുക കമ്പനി എടുത്തുകൊണ്ട് ബാക്കി തുകകൾ വീണ്ടും കസ്റ്റമർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റമർക്ക് ധാരാളം പണം ഉണ്ടാകുകയും ആ പണം നമുക്ക് പ്രയോജനപ്പെടുകയും അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ ഇതിന് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കുകയും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുത്ത് അതിലായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.